നമസ്കാരം, ന്യൂസ് ചെക്കിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുന്നേരം വരെയുള്ള പ്രധാനപ്പെട്ട 10 വാർത്തകൾ ഒന്ന് നോക്കാം. 72ാം ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ കേരളത്തിന് അംഗീകാരം. മികച്ച നടനായി മമ്മൂട്ടിയെ തെരഞ്ഞെടുത്തു. ഭ്രമയുഗത്തിലെ അഭിനയത്തിനാണ് ഈ പുരസ്കാരം. മമ്മൂട്ടിക്ക് ഇത് 4ാമത്തെ ദേശീയ പുരസ്കാരമാണ്. മമ്മൂട്ടിക്കൊപ്പം കാർത്തിക് ആര്യനും മികച്ച നടൻ പുരസ്കാരമുണ്ട്. ചന്തു ചാമ്പ്യൻ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് കാർത്തിക് ആര്യന് ഈ പുരസ്കാരം. ആർട്ടിക്കിൾ 370 അഭിനയത്തിന് മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് യാമി ഗൗതം സ്വന്തമാക്കി. മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം വൈക്കം വിജയലക്ഷ്മിക്കാണ്. ARMലെ താരാട്ടുപാട്ടാണ് വിജയലക്ഷ്മിക്ക് പുരസ്കാരം നേടിക്കൊടുത്തത്. ഗുജറാത്തിൽ DYFI ഉണ്ടായിരുന്നെങ്കിൽ മമ്മൂട്ടിക്ക് ഈ അവാർഡ് കിട്ടില്ലായിരുന്നു. തന്നെയുമല്ല, പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരു കാര്യം പറയുകയാണ്. അവാർഡ് വിതരണം ഡൽഹിയിൽ വെച്ചല്ല, ഗുജറാത്തിൽ വെച്ചാണ്. അവിടെ വെച്ച് ഗുജറാത്തിൽ DYFI ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ എന്തുകൊണ്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ലഘുലേഖയും അവാർഡിനൊപ്പം മമ്മൂട്ടിക്ക് നൽകുന്നതാണ്. സർക്കാർ പ്ലീഡറായി SFI മുൻ പ്രവർത്തക ജിയോണ ജെയിംസിനെ ശുപാർശ ചെയ്തെന്ന് സംബന്ധിച്ച് ഡീൻ കുര്യാക്കോസ് MP. യോഗ്യത പരിഗണിച്ചാണ് നിയമനം. 100% ബോധ്യമുള്ളതുകൊണ്ടാണ് MP എന്ന നിലയിൽ ശുപാർശ ചെയ്തതെന്നും ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. പ്ലീഡർ നിയമനം വിവാദമാവുകയും മുഖ്യമന്ത്രി VD സതീശനെതിരെ വിമർശനം ഉയരുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഡീൻ കുര്യാക്കോസിന്റെ ഈ വെളിപ്പെടുത്തൽ. എന്തായാലും ഡീൻ കുര്യാക്കോസിനെ കുറ്റപ്പെടുത്താനൊക്കെ ഇല്ല. കാരണം യോഗ്യതയുടെ കാര്യം അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം പാർട്ടി അടിമയായിരുന്ന ഒരാൾ ഇത്തരത്തിലുള്ളൊരു സ്ഥാനത്തേക്ക് വരുമ്പോൾ എന്തായാലും മുകളിലിരിക്കുന്നവർ പറയുന്നതല്ലാതെ കളിപ്പാവയായി പ്രവർത്തിക്കുന്നതല്ലാതെ ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് അത് തന്നെയാണ് യോഗ്യത. പാർട്ടി അടിമയായിരുന്നു എന്നുള്ളത് കൃത്യം അപ്പോയിന്റ്മെന്റാണ്. മുൻ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ ലൈസൻസ് വിവാദത്തിൽ നടപടിക്കൊരുങ്ങി ഗതാഗത വകുപ്പ്. ഡ്രൈവിംഗ് ലൈസൻസിൽ പേരിനൊപ്പം MLA പദവി ഉപയോഗിച്ച KB ഗണേഷ് കുമാറിന് ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ് അടിയന്തര നടപടിക്കെടുക്കാൻ ഗതാഗത വകുപ്പ് ഉത്തരവിട്ടത്. കൂടാതെ 18 വയസ്സിന് മുൻപ് ഗണേഷ് കുമാർ ലൈസൻസ് നേടിയ ആരോപണത്തിലും ശക്തമായ നടപടിക്ക് വകുപ്പ് നിർദ്ദേശിച്ചു കഴിഞ്ഞു. അന്വേഷിച്ച് നടപടിയെടുക്കാൻ സൗത്ത് സോൺ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറെ ഗതാഗത കമ്മീഷണർ ചുമതലപ്പെടുത്തി. ഡാറ്റാബേസിലെ പേര് ഉടൻ തിരുത്താനും ലൈസൻസിംഗ് അതോറിറ്റിയോട് ഗതാഗത വകുപ്പ് നിർദ്ദേശം നൽകും. തെറ്റിദ്ധരിക്കരുത് ഗതാഗത വകുപ്പെ. അത് MLA എന്നുള്ളത് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ല, മൗത്ത് ലുക്കിംഗ് ഏജന്റ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിമർശകർ പറയുന്നത്. വായി നോക്കി എന്നുള്ളത് അത് അദ്ദേഹത്തിന് ചേരുന്ന പദമാണെന്നാണ് അദ്ദേഹത്തിന്റെ വിമർശകർ പറയുന്നത്. ഞാനല്ല, എന്നെയും തെറ്റിദ്ധരിക്കരുത്. നടപടിയൊന്നും വേണ്ട കാര്യമില്ല. പിന്നെ 18 വയസ്സിന് മുമ്പുള്ള ലൈസൻസ്, അത് എന്തിനുള്ള ലൈസൻസാണ്? ഡ്രൈവിങ്ങിനുള്ളതാണോ മറ്റെന്തെങ്കിലും കാര്യത്തിനുള്ളതാണോ എന്നത് കൃത്യമായിട്ട് അന്വേഷണം വേണം താൻ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ. ഇനി ചാണകത്തിൽ നിന്നും വണ്ടി ഓടിക്കാവുന്ന ഇന്ധനം ഉണ്ടാക്കാം. ഇന്ത്യയിൽ സുസുക്കി പരീക്ഷണാർത്ഥം നിർമ്മിച്ച പ്ലാന്റ് വൻ വിജയമായി. ഗുജറാത്തിലാണ് ഈ പ്ലാന്റ്. ചാണകത്തിൽ നിന്നും സുസുക്കി ഉണ്ടാക്കിയ ബയോ CNG കിലോയ്ക്ക് 80 രൂപ മാത്രമേ ഉള്ളൂ. ഇത് ഡീസൽ വിലയുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ കുറഞ്ഞ വിലയാണ്. ഗുജറാത്തിലെ ബാനസ് ഡയറിയുമായി സഹകരിച്ചുകൊണ്ട് നടത്തിയ പരീക്ഷണത്തിലാണ് സുസുക്കി മോട്ടോഴ്സ് ചാണകത്തിൽ നിന്നും വാഹനങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കാവുന്ന ബയോ CNG വികസിപ്പിച്ചത്. അവന്റെ ഒന്നും നെഞ്ചത്ത് ഒരാറ്റം ബോംബിട്ടാ പോരായിരുന്നു, അല്ല 2 ആറ്റം ബോംബിട്ടാ പോരായിരുന്നു, 10 ഇടണമെന്നായിരുന്നു നമ്മുടെ സഹാക്കൾ ഇപ്പൊ പറയുന്നത്. സുസുക്കി അടിസ്ഥാനപരമായിട്ട് സാങ്കി സുസുക്കി. പാകിസ്ഥാനിൽ വലിയ HIV രോഗബാധ പൊട്ടിപ്പുറപ്പെടുന്നുവെന്ന ഗുരുതരമായ സ്ഥിതി വിശേഷമാണ് റിപ്പോർട്ടുകൾ ചെയ്യപ്പെടുന്നത്. മലിനമായ സിറിഞ്ചുകളുടെ പുനരുപയോഗം, മോശം വന്ധ്യകരണ രീതികൾ, മെഡിക്കൽ മാലിന്യങ്ങൾ ശരിയായി സംസ്കരിക്കാത്തത് എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ വീഴ്ചകളാണ് അണുബാധകൾക്ക് കാരണമെന്ന് പ്രാഥമിക അന്വേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഉത്തരവാദിത്വം നിർണ്ണയിക്കുന്നതിനും വൈറസ് കൂടുതൽ പടരുന്നത് തടയുന്നതിനും അധികൃതർ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഇബ്രാഹിം കുട്ടി, കുഞ്ഞാലിക്കുട്ടി, ആലിക്കുട്ടി തുടങ്ങിയ കുട്ടികൾക്കാണ് ഈ HIV ബാധ എന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. സാധാരണ കുട്ടികളല്ല, എല്ലാം മദ്രസ പ്രോഡക്ട്സ് ആണ്. എന്ത് ചെയ്യാൻ പറ്റും? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് മകൾക്ക് ജന്മദിനാശംസകൾ നേർന്ന ഡോക്ടർ അനിൽ മേനൻ. ISSലെത്തിയ ആദ്യ ദിനം പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് മകൾ ഗ്രേസിന് ജന്മദിനാശംസകൾ നേർന്നത്. അതോടൊപ്പം തന്റെ സ്വപ്നയാത്ര യാഥാർത്ഥ്യമാക്കാൻ പിന്തുണയേകിയ എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദിയും അറിയിച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് മകൾക്ക് ബർത്ത്ഡേ ആശംസകൾ നേർന്നാൽ നാട്ടിലെ പട്ടിണി മാറുമോ എന്നാണ് സഖാവ് പൂമരന്റെ സംശയം. ന്യായമായ സംശയമാണ്. അനിൽ മേനോന് ഇഷ്ടം പുട്ടും കടലയും എന്നുള്ളത് നമ്മുടെ മുത്തശ്ശി പത്രം നാളെ ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. കാരണം ഈ കടലയുടെ റെസിപ്പി കൃത്യമായിട്ട് അമേരിക്കയിൽ എങ്ങനെയാണോ, എരിവുള്ള മസാലയാണോ എരിവില്ലാത്ത മസാലയാണോ എന്ന് കണ്ടുപിടിച്ചിട്ടില്ല. നാളെ എന്തായാലും വരും. അനിൽ മേനോന് പുട്ടും കടലയും ഇഷ്ടമാണ്. കടല എങ്ങനെ വഴറ്റിയെടുക്കണം അല്ലെങ്കിൽ വേവിച്ചെടുക്കണം എന്നുള്ളതിനെയൊക്കെ സംബന്ധിച്ചുള്ള വിശദ വിവരം നാളെ കൊച്ചു മുത്തശ്ശി പത്രത്തിലുണ്ടാവും തീർച്ചയായും. മൺസൂൺ ബമ്പറിന്റെ 1ാം സമ്മാനമായ 10 കോടിയുടെ ടിക്കറ്റ് വിറ്റത് കണ്ണൂരിൽ. കൊൽക്കത്ത സ്വദേശി OP ഖാൻ എന്നയാളാണ് ടിക്കറ്റ് വിറ്റത്. പഴയ സ്റ്റാൻഡ് പരിസരത്തെ ശ്രീകാവേരി ഏജൻസി വിറ്റ ടിക്കറ്റാണ് 1ാം സമ്മാനം. കൊൽക്കത്ത സ്വദേശി OP ഖാൻ എന്നയാളാണ് ടിക്കറ്റ് വിറ്റത്. OP ഖാൻ ലോട്ടറി വിൽക്കാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. കേരളത്തിലെത്തിയിട്ട് 20 കൊല്ലം. ഇനി മദ്യത്തിന്റെ കാര്യത്തിലും കൂടിയ ബംഗാളി സ്വയം പര്യാപ്തത നേടാനുള്ള കേരളത്തിൽ ലോട്ടറിയിൽ വരെ ആയിക്കഴിഞ്ഞു. എല്ലാത്തിലും ബംഗാളി.
ഭീകരതയെക്കുറിച്ചുള്ള ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവനയിൽ തങ്ങളുടെ രാജ്യത്തെ പരാമർശിച്ചതിൽ പ്രതിഷേധിച്ച് പാകിസ്ഥാൻ ജാപ്പനീസ് അംബാസിഡറെ വിളിച്ചുവരുത്തി പ്രതിഷേധിച്ചു. ജാപ്പനീസ് അംബാസിഡറെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിപ്പിച്ചതായി പാകിസ്ഥാൻ വിദേശകാര്യ ഓഫീസ് വക്താവ് താഹിർ ആൻഡ്രാബി പറഞ്ഞു. പ്രസ്താവനയിൽ തങ്ങളുടെ രാജ്യത്തിന്റെ പേര് ഉൾപ്പെടുത്തിയതിൽ പാകിസ്ഥാൻ ഔദ്യോഗികമായി ജാപ്പനീസ് അംബാസിഡറെ പ്രതിഷേധം അറിയിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഭീകരവാദത്തെക്കുറിച്ച് പറയുമ്പോൾ ഭീകരവാദത്തിന്റെ തലസ്ഥാനത്തെക്കുറിച്ചല്ലാതെ പിന്നെ എന്തിനെ കുറിച്ചാണ് പറയേണ്ടത് കുഞ്ഞെ എന്നാണ് ജാപ്പനീസ് അംബാസിഡർ തിരിച്ചു ചോദിച്ചത് എന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം. കേരള വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയ കേരള ഹൈക്കോടതി ഉത്തരവിനെതിരായ ഹർജിയിൽ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി സമർപ്പിച്ചു. വഖഫ് ബോർഡിന്റെയോ ബോർഡ് അംഗങ്ങളുടെയോ ഹർജികളിൽ തന്റെ വാദം കേൾക്കാതെ സുപ്രീം കോടതി യാതൊരു ഇടക്കാല ഉത്തരവും പുറപ്പെടുവിക്കരുതെന്നാണ് തടസ്സ ഹർജിയിലെ ആവശ്യം. കേരള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് സ്റ്റേ ചെയ്യുകയും വഖഫ് ബോർഡിന്റെ പ്രവർത്തനം പുനഃസ്ഥാപിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് കേരള വഖഫ് ബോർഡും ബോർഡ് അംഗം ഉമർ ഫൈസിയും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഹർജി തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ പരിഗണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് അറിയിച്ചിരുന്നു. താൽക്കാലികമായിട്ടുള്ള മരവിപ്പിക്കലൊന്നും പോരാ, പൂട്ടിക്കെട്ടണമെന്നുള്ളതാണ് കെട്ടണമെന്നുള്ളതാണ് ഷോണിന്റെ ആവശ്യം. അത് സുപ്രീം കോടതി നടത്തി കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ അറിയാം. എന്തായാലും ഷോൺ ജോർജിന് അഭിവാദ്യങ്ങൾ. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ഇതിഹാസം ഗാരി സോബേഴ്സ് അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു മരണം. ബാർബഡോസിലെ വീട്ടിലായിരുന്നു അന്ത്യം. മകൻ ഡാനിയൽ സോബേഴ്സ് ആണ് മരണവിവരം സ്ഥിരീകരിച്ചത്. സോബേഴ്സിന്റെ മരണത്തോടെ ക്രിക്കറ്റിലെ സുവർണ യുഗത്തിനാണ് അവസാനമാകുന്നത്. ലോകം കണ്ട മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ലോർഡ് ഗ്യാരിക്ക് ആദരാഞ്ജലികൾ. അദ്ദേഹത്തിന്റെ കളി ദൂരദർശനിൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാം എന്തുകൊണ്ടാണ് അദ്ദേഹം ലോർഡ് ഗ്യാരി ആകുന്നത്. ഇതോടെ ന്യൂസ് ചെക്ക് അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.